യേശുവാരിലുമുന്നതനാമെന്നാത്മസഖാവവനേ തായ് മറക്കാമെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ ഏവരും എന്നെ കൈവെടിഞ്ഞിടുകിൽ യേശു താനെന്നരികിൽ കാണും ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ യേശുവാരിലുമുന്നതനാമെൻ ആത്മസഖാവവനേ തായ് മറക്കാമെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് കർത്തൃദിന ചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ ബെൻ തോമസ് ജോൺ മീനടം. വീണ്ടും ഒരു കർത്തൃദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുകയാണല്ലോ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ കേൾവിക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. സഭയായിട്ട് നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഹൃദയങ്ങളെ ഒരുക്കിയിരിക്കുകയാണ്. അതോട് ചേർന്ന് മറ്റു ചില ആത്മീയ ചിന്തകൾ, യേശു കർത്താവിൻ്റെ ശ്രേഷ്ഠതകളെ വെളിപ്പെടുത്തുന്ന മറ്റു ചില ചിന്തകൾ കൂടെ ധ്യാനിച്ച് നമുക്ക് ആ ഒരുക്കത്തിൽ ഒരു പടി കൂടെ മുന്നിലേക്ക് കടന്നു ചെല്ലാം. നാം ആരാധിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം യേശു ക്രിസ്തുവിനെ, ദൈവത്തെ വാഴ്ത്തുകയാണ്. 103-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് നമ്മൾ വായിക്കുന്നു. വാഴ്ത്തുക എന്ന് പറയുമ്പോൾ ആരോപിക്കുക, അസ്ക്രൈബ്, യേശുക്രിസ്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠതകൾ, ഗുണങ്ങൾ അത് യേശുക്രിസ്തുവിലുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആരോപിക്കുകയാണ്. അതാണ് വാഴ്ത്തുക. അതിലൂടെയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ശ്രേഷ്ഠതകൾ, അതിനെക്കുറിച്ചുള്ള ബോധ്യം, അറിവ് നമുക്കുണ്ടായിരിക്കണം. അത് വചനത്തിലൂടെയാണ് നമുക്ക് കിട്ടുക. വചനത്തിലൂടെയാണ് നമുക്ക് മുൻപിൽ അത് വെളിപ്പെട്ടിരിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നാം പരിശോധിക്കുമ്പോൾ കടന്നു പോകുന്ന, നാം ശ്രദ്ധിക്കുന്ന ധാരാളം കഥാപാത്രങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതകൾ ആ നിലയിൽ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ധാരാളം പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്കപ്പുറം മനുഷ്യനായി ഭൂമിയിലേക്ക് വരാൻ പോകുന്ന യേശു കർത്താവിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച്, ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് പരിശുദ്ധാത്മ നിറവിൽ. യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് പിതാവായ ദൈവം താൻ തന്നെ സ്വർഗത്തിൽ നിന്ന് പുത്രനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. സ്വർഗീയ സൈന്യം യേശുക്രിസ്തു ലോകരക്ഷകൻ എന്ന് ആട്ടിടയന്മാർക്ക് മുൻപിൽ പ്രസ്താവിച്ചു. ഭൂതങ്ങൾ പോലും ചില സന്ദർഭങ്ങളിൽ യേശുവിനെ ദൈവപുത്ര എന്ന് വിളിച്ച് ആ ശ്രേഷ്ഠത വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന 33.5 വർഷത്തിൽ കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്ന, കർത്താവിനെ വീക്ഷിച്ച, കർത്താവിനോട് സംഭാഷിച്ച ചില മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തിയാണ് ശിമ്യോൻ, വൃദ്ധനായ ശിമ്യോൻ. മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തു, ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള യേശു കുഞ്ഞ് എന്ന് വേണമെങ്കിൽ നമുക്ക് മാനുഷികമായി അഭിസംബോധന ചെയ്യാം. ആ യേശു കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം, അതും യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ ചില ഗുണങ്ങൾ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 30-31 വാക്യങ്ങളിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അവിടെ നിന്ന് 2 കാര്യങ്ങൾ കർത്തൃദിന ചിന്തയോടുള്ള ബന്ധത്തിൽ പങ്കുവെക്കട്ടെ. ഒന്ന്, 31-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു, സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ. ഈ യേശുകുഞ്ഞിനെ കയ്യിലേന്തി അപ്പോൾ സിമ്യോന് പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച ബോധ്യം, ഈ കയ്യിലിരിക്കുന്നത് രക്ഷകനാണ്. മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം താൻ തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതാണ് എന്ന് സിമ്യോന് ബോധ്യമായി. ഒരു വലിയ തിരിച്ചറിവാണത്. ആ തിരിച്ചറിവ് ദൈവം നമുക്കും തന്നു. അതുകൊണ്ടാണ്
യേശു ക്രിസ്തുവിനെ നമ്മളുടെ പാപത്തിൻ്റെ പരിഹാരകൻ, അല്ലെങ്കിൽ നമ്മളുടെ പാപങ്ങളെ ക്ഷമിച്ച് പാപിയെ മാറ്റി നമ്മെ ദൈവ മക്കളാക്കി തീർക്കുവാൻ മതിയായവനായത് യേശു ക്രിസ്തുവാണ് എന്നുള്ള ബോധ്യം. അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും രക്ഷിക്കപ്പെടുവാനും നമുക്കിടയായി തീർന്നത്. എന്നാൽ അവിടെ നാം എടുത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അത് സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷയാണ്. അതായത് മനുഷ്യവർഗത്തിന് മുഴുവനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷ. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, സകല ജാതികൾക്കും മുമ്പിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷ. മനുഷ്യനായിട്ട് ആരൊക്കെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചിട്ടുണ്ടോ, ജീവിക്കുന്നുണ്ടോ, ഇനിയും ജീവിക്കുവാൻ പോകുന്നോ, അവർക്കെല്ലാം അവരുടെ പാപം ക്ഷമിക്കപ്പെടുവാൻ തക്കവണ്ണം പാപങ്ങളെ ക്ഷമിക്കുവാൻ യോഗ്യനായി ഭൂമിയിലേക്ക് വന്ന രക്ഷ കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ സകല ജാതികൾക്ക് മുമ്പിൽ ഒരുക്കപ്പെട്ട രക്ഷയായതുകൊണ്ടാണ് ആ രക്ഷ നമുക്കും സ്വായത്തമാക്കുവാൻ ഇടയായത്. കാരണം നാമും ജാതികളായിരുന്നു. യഹൂദന്മാർ അല്ല നമ്മൾ, ഇസ്രായേലിനോട് ബന്ധമില്ലാത്തവരാണ് നമ്മൾ, ജാതികളാണ്. അതും വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. ആ നമ്മളെയാണ് ദൈവം തൻ്റെ മക്കളാക്കി തീർത്തത്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത്. അതെങ്ങനെയാണ് സാധിച്ചത്? എന്തുകൊണ്ടാണ് അതിന് മുഖാന്തരം ഒരുങ്ങിയത്? യേശു ക്രിസ്തു എന്ന രക്ഷകൻ അത് സകല ജാതികൾക്കും മനുഷ്യവർഗത്തിന് മുഴുവനായി നൽകപ്പെട്ട രക്ഷിതാവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളിലേക്കും ആ രക്ഷ എത്തി, ദൈവസ്നേഹം നമ്മളിലേക്കും എത്തി. നമുക്കും അത് ഉൾക്കൊള്ളുവാൻ, അംഗീകരിപ്പാൻ ദൈവം കൃപ തന്നല്ലോ. മറ്റൊരു കാര്യം ആ വാക്യത്തിൽ തന്നെ നാം കാണുന്നുണ്ട്, സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ. ഇത് ഒരുക്കപ്പെട്ട രക്ഷയാണ്. ആ രക്ഷ അത് ഒരുക്കപ്പെട്ടതാണ്. ആ ഒരുക്കപ്പെടലിനെ കുറിച്ച് ധാരാളം ചിന്തിക്കുവാനുണ്ട്, ധാരാളം ധ്യാനിക്കുവാനുണ്ട്. ഒരുപക്ഷെ ദൈവത്തിന് ഒരു വാക്കുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാധിച്ചേനെ. അതിനുള്ള സർവശക്തിയും ഒരുപക്ഷെ ദൈവത്തിനുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. എന്നാൽ ദൈവം ഈ രക്ഷ നമുക്ക് മുൻപിൽ ഒരുക്കി കാണിച്ചു. ഒരു വസ്തുത അത് ഒരുക്കുന്നത് കാണുമ്പോഴാണ് അതിൻ്റെ പിന്നിലെ അധ്വാനം എത്രയുണ്ടെന്ന് മനസ്സിലാക്കി അതിനോടൊരു കൂടുതൽ അടുപ്പം നമുക്ക് തോന്നുക. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ വേണ്ടിയാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആ രീതിയിൽ യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു. ആ രക്ഷ അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചതിൻ്റെ, ആ രക്ഷ മനുഷ്യവർഗത്തിന് സാധ്യമാക്കി തന്നതിൻ്റെ ആ ഒരുക്കം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി. യേശു എന്ന ദൈവം, യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നത് മുതൽ, ഈ ഭൂമിയുടെ പരപ്പിലൂടെ സഞ്ചരിക്കുന്നത് മുതൽ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് മുതൽ, ബന്ധനസ്ഥനാക്കപ്പെടുന്നത് മുതൽ, ക്രൂശിൽ കിടക്കുന്നത് മുതൽ, അവിടെ അനുഭവിക്കുന്ന വേദനകൾ മുതൽ, മരിക്കുന്നത് മുതൽ, അടക്കപ്പെടുന്നത് മുതൽ, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, അങ്ങനെ ആ രക്ഷ അതിനെ ഒരുക്കിക്കൊണ്ടുവരുന്നത് നമുക്ക് മുൻപിൽ സ്വർഗത്തിലെ ദൈവം കാണിച്ചു തന്നു, വെളിപ്പെടുത്തി തന്നു. ഇതൊരുക്കപ്പെട്ട രക്ഷയാണ്. ആ ഒരുക്കം കാണുമ്പോൾ തീർച്ചയായിട്ടും യേശു കർത്താവ് ക്രൂശിന്മേൽ സാധ്യമാക്കിയെടുത്ത വിശ്വാസത്താലുള്ള ആ രക്ഷാമാർഗം അത് എത്ര ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വളരെ കഷ്ടം സഹിച്ചു നമുക്ക് വേണ്ടി യേശു കർത്താവ് ഈ രക്ഷ ഒരുക്കി നൽകുവാൻ. നാം വിശ്വാസത്താൽ അത് പ്രാപിച്ചു. അത് വിശ്വസിക്കാനുള്ള കൃപയും ദൈവം നമുക്ക് നൽകി. അതുകൊണ്ട് ഇന്ന് ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം ദൈവത്തെ ആരാധിക്കുന്നു. സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കപ്പെട്ട രക്ഷ യേശു ക്രിസ്തു, ആ രക്ഷയെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. യേശു ക്രിസ്തുവിന് എല്ലാ മഹത്വവും അർപ്പിക്കാം. അതിലൂടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.